നമ്മൾ മലയാളത്തിൽ ഒരുപാട് മീമുകൾ വരും അല്ലേ? ഇതൊന്നും കേട്ട പെറ്റ തള്ള സഹിക്കില്ല എന്ന് ഞാൻ പറയുന്നു. ഇതൊന്നും കേട്ടാൽ പെറ്റ തള്ളയുടെ തള്ള സഹിക്കില്ല എന്ന് പറയുന്ന അവസ്ഥ ഇന്ന് കേരളത്തിലെ ഭരണരാജാക്കന്മാർക്കുണ്ട്. ബഹുമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത്? ഈ കേരള പദയാത്ര നടക്കുമ്പോൾ നമ്മളല്ല, ഈ പദയാത്രയെ ഭയക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആരത് പറഞ്ഞേ? എടോ, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് നമുക്കോട്ട് ഊഹിക്കാൻ പാടില്ലേ? ഈ തെരഞ്ഞെടുപ്പിൽ എന്റെ പാർട്ടി ജയിക്കുന്ന കാര്യം ഇത് തന്നെ. ഒരു അധമ രാഷ്ട്രീയ വിഭാഗം. ശത്രുക്കളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഇനി വെച്ച് നീട്ടിക്കൂടാ. ജയിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ചുള്ള ഒരു കളി കളിച്ചേ തീരും. ഒരു അഴിമതി രാഷ്ട്രീയ ഭരണ വിഭാഗം. ഊതിയതല്ലേ? കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ? പറഞ്ഞില്ലേ അവൻ നിസ്സാരക്കാരല്ലെന്ന്. സ്വാമി, അവൻ ഭയങ്കരമാ വളർന്നു പോയി. ഒരു കേസെടുപ്പ് സർക്കാരായിട്ട് ആരെന്ത് പറഞ്ഞാലും കേസെടുക്കുക. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? എന്താണ് പോകുന്നത്? നീ ആരെ കളിയാക്ക? ആരെന്തെങ്കിലും പറയുമെന്ന് ഗണിച്ച് കേസെടുക്കുക. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ജനങ്ങളെ ഉപദ്രവിച്ചോ ഇല്ല എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ജനങ്ങളാണ് നമ്മളെ തെരഞ്ഞെടുത്ത് ഈ ഭരണപക്ഷത്തിരുത്തിയിരിക്കുന്നത്. അപ്പൊ ആ ജനങ്ങളെ ഉപദ്രവിക്കാനുള്ള അവകാശം ആരാ? നമുക്ക് ഒതുക്കുക. അതിപ്പോ കോൺഗ്രസുകാരെയും മാറ്റി നിർത്താനൊക്കത്തില്ല. കോൺഗ്രസിലെ പല തലയ്ക്ക് വെളിവുള്ള നേതാക്കന്മാർക്ക് നേരെയും അവർ കേസെടുക്കുന്നുണ്ട്. ഞാനങ്ങോട്ട് ഇറങ്ങുവാ. അതാ നല്ലത്. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.